മലപ്പുറം കൂരിയാട് ഭാഗത്ത് സംഭവിച്ച ഇത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതിന്റെ കോൺട്രാക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് അതിന്റെ അധികാരം ഉള്ളത്. അത് സബ് കോൺട്രാക്ട് കൊടുത്തത് കോൺട്രാക്ടർ നിർമ്മാണ കമ്പനിയായ KNRCL എന്ന് പറയുന്ന ഒരു കമ്പനിനെ ഡീബാർ ചെയ്തിരിക്കുന്നത്. എന്താ ഈ ഡീബാർ ചെയ്യുക, എന്താ അത് ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ? ഡീബാർ എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്. അതായത് ഇപ്പോൾ ഡീബാർ ചെയ്ത KNRCL എന്ന കമ്പനിക്ക് ചിലപ്പോൾ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു 2-3 വർഷത്തേക്കോ പുതിയ ടെൻഡറിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. അത് NHAന്റെ പുതിയ വർക്കുകളൊന്നും ലഭിക്കില്ല. അതിന് ഒരു കാലാവധി ഉണ്ട്. ചിലപ്പോൾ 1 കൊല്ലമാകാം, ചിലപ്പോൾ 2 വർഷമാകാം, ചിലപ്പോൾ 5 വർഷമാകാം. ഏത് തരത്തിലുള്ള ഡീബാർ ആണ് കൊടുത്തതെന്ന് വ്യക്തമല്ല. ഡീബാർ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതുപോലെ ഇവരൊരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. അതായത് ഇവർക്കൊരു ടെൻഡറിംഗ് സമയത്ത് ഇവർക്ക് പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സ് ഒക്കെ കുറയും. അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് ഡീബാർ ചെയ്യുന്ന ഈ കോൺട്രാക്ടർ മാത്രമേ കൺസൾട്ടന്റിനോ? അതായത് NHAക്ക് ഈ റോഡിന്റെ ക്വാളിറ്റി മോണിറ്റർ ചെയ്യാനുള്ള മാൻ പവർ മെഷീനറീസ് എല്ലാം കുറവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് NHA റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്. ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ അവർക്ക് പറയാം. ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ. അപ്പം അത് എനിക്ക് തോന്നുന്നു ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഒരു കമ്പനിയാണ് അത്. അപ്പം അവരെയും ഡീബാർ ചെയ്തിട്ടുണ്ട്. അവർക്കും ഇതുപോലെ NHAയുടെ പുതിയ ടെൻഡറുകളൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല. നാഷണൽ ഹൈവേന്റെ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് തന്നെ റൂൾസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. കോൺട്രാക്ടർ ഇങ്ങനെ ചെയ്ത് കോൺട്രാക്ടർ ചെയ്ത് തെറ്റാണെന്ന് കണ്ടിട്ട് അവരെ ഡീബാർ ചെയ്തു. ഒരു നല്ല കാര്യം തന്നെ. കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി തന്നെ എങ്ങനെയാണ്? കേരളം എന്ന് പറയുന്നത് ഇതുപോലെ വയലുകളും തണ്ണീർത്തടങ്ങളും പശ്ചിമഘട്ടവും പരിസ്ഥിതി ലോല മേഖലയും അടങ്ങുന്ന ഒരു ഭൂപ്രദേശമാണ്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ഭൂപ്രദേശത്ത് നിർമ്മാണത്തിൽ ഉപയോഗിക്കേണ്ട സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ബ്രിഡ്ജ് കൊടുക്കണം, അല്ലെങ്കിൽ ഫ്ലൈ ഓവർ കൊടുക്കണം, അല്ലെങ്കിൽ വയഡക്റ്റ് കൊടുക്കണം. നമുക്കറിയാം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വയഡക്റ്റ് വരുന്നത് ഈ റീച്ചിലാണ്, നമ്മുടെ വളാഞ്ചേരി വയഡക്റ്റ് വരുന്നത്. അപ്പൊ അതുപോലത്തെ എന്തെങ്കിലും സാങ്കേതിക ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രക്ചർ അവിടെ വരണം. ഇനി പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഇനി ഈ ഒരു മെത്തഡോളജി, അത് ഫില്ലിംഗ് മെത്തഡോളജിന്റെ അകത്ത് ഇനി വേറെ എന്തെങ്കിലും സാങ്കേതിക വിദ്യ വെച്ച് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് അവിടെ ഒരു ഫ്ലൈ ഓവറോ അല്ലെങ്കിൽ വയാഡക്റ്റോ അല്ലെങ്കിൽ മേജർ ബ്രിഡ്ജോ ആയിരിക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിപ്പോ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് അതിലൂടെ പാസഞ്ചേഴ്സ് പോകുമ്പോൾ ഇപ്പൊ അത് സർവീസ് റോഡിലൂടെ ഇപ്പൊ വാഹനങ്ങൾ പോകുന്നതാണോ? ഓൾറെഡി വാഹനങ്ങൾ പോകുന്നതാണ്. മാത്രമല്ല ആ ഒരു ലൊക്കേഷനിൽ വാഹനങ്ങൾ പോകുന്ന സർവീസ് റോഡിലൂടെയാണ്. അത് കുറച്ചപ്പുറം NH കുളപ്പുറം ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പൊ ആ ജംഗ്ഷനിലെ ഒരു ബ്ലോക്ക് കാരണം ഒരു വണ്ടികളുടെ ഒരു വലിയ നിര വരെ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് ആകെ 3-4 വാഹനങ്ങളാണ്, കാറുകളാണ് പെട്ടുപോയത്. അതായത് ഇപ്പോ അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ എല്ലാ ജനങ്ങളും ഇപ്പൊ അവിടെ വരുന്ന എന്തോ ഒരു എന്താ പറയാ ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഇപ്പൊ ആൾക്കാർ വന്നു പോവുക, സെൽഫി എടുക്കുക, വീഡിയോസ്. ജനങ്ങളോട് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. പക്ഷെ അത് ഭയങ്കര അപകടമാണ്. കാരണം ഓൾറെഡി കൊളാപ്സ് ആയിട്ട് വലിയ തരത്തിലുള്ള കുഴികൾ വരെ ആ ഒരു ഭാഗത്തുണ്ട്. മാത്രമല്ല ഈ ആറി പാനലിൽ ചെരിഞ്ഞ നിൽക്കുന്നത് ഏത് നിമിഷവും നിലം പൊത്താം. ഈ ഒരു നല്ല മഴ വരുന്ന സമയമാണ്. അപ്പം അവിടെ ഇങ്ങനെ ആൾക്കാർ ഫാമിലി ആയിട്ട് വരുന്നുണ്ട് ഇത് കാണാനൊക്കെ. അപ്പൊ അത് ഏറ്റവും വലിയ കാരണം നമുക്ക് തിരിഞ്ഞു ഓടാൻ പോലും പറ്റില്ല. അവിടെ സ്ഥലമില്ല, അതിൽ അകപ്പെട്ടു പോകും ഏത് നിമിഷം. കാരണം അതൊരു ഹസാർഡ് സോണാണ്. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം ദയവ് ചെയ്ത് അങ്ങോട്ട് പോവാതിരിക്കാം. മറ്റൊരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും കാലം ഈ റോഡിന് കുറെ അവകാശികൾ ഉണ്ടായിരുന്നു. അതായത് എടുക്കുന്നവരും കല്ലിട്ടവരും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ആ റോഡാണ് ഇപ്പോൾ അനാഥമായത്. ഇപ്പം ഇങ്ങനെ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ഉറ്റുനോക്കുന്നത് ദേശീയപാതയുടെ പ്രൊജക്റ്റുകളാണ്. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് റീച്ചുകളായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ എല്ലാ റീച്ചുകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്?